ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ കന്നുകാലി വ്യാപാരിക്ക് വെട്ടേറ്റു. തമിഴ്നാട് കരൂർ സ്വദേശി പത്മനാഭനാണ് വെട്ടേറ്റത്. ഗുരുതരാവസ്ഥയിലായ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് താഴെ വെച്ച് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ സമയത്തായിരുന്നു ആക്രമണം. വാണിയംകുളം ചന്തയിൽ കന്നുകാലി വ്യാപാരത്തിനെത്താറുള്ള തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിൽ 40-കാരനായ പത്മനാഭനാണ് വെട്ടും കുത്തുമേറ്റത്. ഇയാളുടെ കയ്യിലുള്ള പണത്തിനു വേണ്ടിയാണ് ആക്രമണം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പാലത്തിന് താഴെ 300 മീറ്റർ അകലെ കുളിക്കാനെത്തിയ ഇയാളെ കത്തി ഉപയോഗിച്ചാണ് ആക്രമിച്ചിട്ടുള്ളത്. ഈ സമയം ഈ ഭാഗത്ത് ആരുമുണ്ടായിരുന്നില്ല. തലയ്ക്ക് വെട്ടേൽക്കുകയും മുതുകിലും കഴുത്തിലും കുത്തേറ്റ പത്മനാഭൻ ഒറ്റയ്ക്ക് റെയിൽവേ പാളത്തിന് സമീപത്തുള്ള കള്ളുഷാപ്പിന് സമീപത്തെത്തി വീഴുകയായിരുന്നു. ഇയാൾ നിലവിളിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ ആക്രി കച്ചവടക്കാരനാണ് സഹായിച്ചത്. ഇയാളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് തട്ടിയെടുത്തെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആക്രമണം നടത്തിയതിന് പിന്നാലെ 2 പേർ ഈ ഭാഗത്തു നിന്ന് ഓടിപ്പോയത് കണ്ടെന്നാണ് മൊഴി. കുളിക്കാനായിട്ട് രാവിലെ 7:30 വരുമ്പോഴേക്കും ഈ വെട്ടുകൊണ്ട ആള് ഇവിടുന്ന് രക്തത്തിൽ കുളിച്ച് വരണം. കണ്ടപ്പോഴേക്കും ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ 2 പേര് വെട്ടിയാണെന്ന് പറഞ്ഞു. എൻ്റെ ബാഗും പൈസ പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് അവിടെ മേലെ ചെന്ന് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പോലീസിനെ വിളിക്കാൻ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ ഉപയോഗിക്കാത്തതാണ്, ഫോണില്ല. അങ്ങനെ അവിടെ സ്റ്റാഫിൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും പോലീസിനെ വിളിച്ച് പോലീസുകാർ വന്ന് ആളെ കൊണ്ടുപോയി. ആ സാക്ഷ്യം എല്ലാവരും കണ്ടില്ല. ഞാനിങ്ങനെ പിള്ളേർ കാറി കൊണ്ടുപോകുന്ന 2 ആൾക്കാർ കാറി പോകണകൊണ്ടാണ് നോക്കണം. സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ 2 പേര് ഓടിപ്പോകുന്നു. പക്ഷെ ആളെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. കാരണം ഞാൻ 100 മീറ്റർ അകലെയാണ് ഞാൻ നിൽക്കുന്നത്. അതൊന്നും ആളെ കണ്ടില്ല. 2 പേര് കാറി പോകുന്നു. പക്ഷേ അതിന് ശേഷമാണ് അവർ പോയതിന് ശേഷം വരുമ്പോഴാണ് ഈ ആൾ ബ്ലഡിൽ കുളിച്ച് വരുന്നത്. തുടർന്ന് ഒറ്റപ്പാലം പോലീസ് എത്തി ആദ്യം ഇയാളെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും പോലീസിന്റെ സാങ്കേതിക വിഭാഗവും പരിശോധന നടത്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.